വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇന്നും വൈക്കത്ത് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് കോല സമർപ്പണമാണ്. അതെ, നമ്മൾ മുന്നേ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ വൈക്കത്ത് അമ്പലത്തിൽ രണ്ടമ്പലത്തിൽ നിന്നുണ്ടായിരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. നമ്മള് കദളിപ്പഴാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മള് എന്താ വെച്ചാൽ പഴുത്തത് നമ്മൾ അന്വേഷിച്ച് നോക്കി. അപ്പൊ പഴുത്തത് ഇല്ല അവിടെ, നമ്മള് പച്ച മേടിച്ചു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈക്കത്ത് എന്ന് പറഞ്ഞ വൈക്കത്ത് അന്നദാന പ്രഭുവാണ്. അപ്പൊ ഇതിന് അകത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതെ, പക്ഷെ നല്ല മഴ, നമുക്ക് അവിടെ അപ്പൊ ഇതാണ് കൊല കണ്ടിലേക്ക് അടിപൊളിയല്ലേ? ഈ അമ്പലത്തിൽ നിന്നും വൈക്കത്തൊക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കല്ലേ? ഓറഞ്ചും മഞ്ഞ അങ്ങോട്ട് മാറി മാറി കളിക്കുക, അലർട്ടുകള് അല്ലേ? അതെ, ഞാനിപ്പോ ഒന്നും നോക്കില്ല, വേസ്റ്റ് മുഴുവൻ കൊടുത്ത്. അതാകുമ്പോ സുഖം. മഴ കാത്തോളനെ ഇവിടെയൊക്കെ എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എണ്ണയൊക്കെ ഉണ്ട്. അത് നമുക്ക് എണ്ണ. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇന്നലെ നമ്മള് പറഞ്ഞല്ലോ, നമ്മള് മറ്റേ തൃപ്പൂണിത്തുറ അമ്പലത്തിലാണ് നമ്മൾ കൊടുത്തൊരു കൊല. അതെ, അപ്പൊ അത് നമുക്ക് നേരിച്ച് മേടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. നല്ല പഴുത്തൊക്കെ കൊല നോക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മള് നേരിച്ച് മേടിച്ചതും. ഇന്ന് നമ്മള് മറ്റേ വൈക്കത്തപ്പന് ഒരു കൊല കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയി. ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങള്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാ. മഴയാണ്. പിന്നെ ഇപ്പോഴും ഇപ്പൊ എന്താ കാർമേഘനെ മൂടി കെട്ടി നിൽക്കാണ്. ഏത് സമയത്തും മഴ പെയ്യാൻ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, ചാറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചാറ്റിൽ മാത്രമേ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിന് മുന്നിലേക്ക് പോവാം. അങ്ങനെ മഴ കൊള്ളാതെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് നമ്മള് ഫ്രണ്ടിലേക്ക് കേറി വന്ന് കുറച്ചപ്പോ നല്ല മഴ, ഭാഗ്യത്തിന് ടുംടടംന്ന് ഇടിയൊന്നും കിട്ടിയില്ല ഭാഗ്യം. അപ്പൊ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോവാം അല്ലെ? മൈക്കൊക്കെ ഓഫ് ചെയ്ത് ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് അമ്പലത്തില് കൊല സമർപ്പിച്ചു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പ്രസാദം തന്നു തിരുമേനി കേട്ടോ. ഈ വൈക്കത്ത് അമ്പലത്തിനുണ്ട് പ്രസാദം, ഒരു പ്രത്യേകത ഉണ്ട്. കരി പോലെ അമ്പലത്തിലെ വെണ്ണീറാണ്. വൈക്കത്തമ്പലം പ്രശസ്തമായ അമ്പലമാണല്ലേ? പലർക്കും വൈക്കത്തമ്പലം നിൽക്കുമ്പോൾ വരാനൊരു ആഗ്രഹം ഉണ്ടാവും. കാരണം ഒരു കുട്ടിക്കാലത്താണെങ്കിലും ശബരിമല സീസൺ ആകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു കൊതിയാവും, ഒരു വർഷോടും വരായിരുന്നു. ശബരിമല സീസൺ അല്ലാണ്ട് കുടുംബമായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഈ വൈക്കത്തമ്പലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈക്കത്തമ്പലത്തിൽ ഇഷ്ടംപോലെ സ്ഥലമാണ് കണ്ടോ, ഇഷ്ടംപോലെ സ്പേസ് ആണ് വൈക്കത്തമ്പലത്തില്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വന്നാലും എന്താ പറയുക, അന്നദാനം ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പം എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ അത്താഴം രാത്രിയാകുമ്പോൾ അത്താഴ പട്ടിണിക്കാരുണ്ടോ, അതിന്റെ ഐതിഹ്യമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് വൈക്കം എന്ന് പറഞ്ഞാൽ. പിന്നെ ഐതിഹ്യങ്ങളുടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കിനി ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. നമുക്ക് അവിടെ ഒന്ന് കാണാം. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ മൊത്തം ഈ ചരലാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഇതിപ്പോ മഴക്കാലം ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട്. ഇങ്ങനെ ഓരോ ആലോചിക്കുമ്പോ ഇങ്ങനെ താന്ന് പോകുന്നു. വേനൽക്കാലം ആകുമ്പോൾ ഇത് കൂടെ നടക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അതെ, കാരണം വെയില് നമ്മൾ ഈ കപ്പലണ്ട് തീർക്കുന്ന ആൾക്കാർക്ക് അറിയാം. കപ്പലണ്ട് മണലുണ്ടല്ലോ, നല്ല ചൂടല്ലേ? അതേ ചൂടിന് ഇവിടെ. അതാണ് പ്രത്യേകത. പിന്നെ നമുക്കിനി അമ്പലം ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ആ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ ഒന്ന് പോകാം. അവിടെ കുട്ടികളില്ലാത്തവർക്ക് മറ്റെന്താ പറയുക, തൊട്ടില് കെട്ടിത്തൂക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യമുള്ള ഒരു അമ്പലമാണ്. ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണ് അത്. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ അമ്പലക്കുളത്തിന്റെ നേരെ അമ്പലക്കുളം കണ്ടുണ്ടോ? അതാണ് കിടു. ഇതാണ് ഇവിടുത്തെ സർപ്പങ്ങളല്ലേ? സർപ്പങ്ങൾ എന്ന് പറയാതെ നാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നാഗരാജാവ്, അങ്ങനെ കുറെ ഉണ്ട്. ഇതാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിലെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തൃപ്പൂണിത്തുറ അമ്പലത്തിലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. തൃപ്പൂണിത്തുറ അമ്പലത്തിലെ സ്റ്റേജ് ഇവിടുത്തെ സ്റ്റേജ് കാണുമ്പോൾ ഒരേപോലെയാണ്, പ്ലാനിങ് കാര്യങ്ങളൊക്കെ അല്ലേ? ഒരേപോലെയാണ്. ആ വഴിക്കാണ് നമ്മൾ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ കൂടെ വന്നത്. അതേപോലത്തെ ഒരു സ്ഥലത്ത് കൂടെ അല്ലെ നമ്മള് കയറി വന്നത്.
ഉണ്ടല്ലോ എന്ത് വലിയ നോക്കി എന്ത് വലിയ ക്ലോക്ക അല്ലേ, ഭയങ്കര എളുപ്പല്ലേ, ഭയങ്കര എളുപ്പം തന്നെ. വർഷങ്ങളല്ലേ വർഷങ്ങളായിട്ടുണ്ട് അല്ലേ, വർഷങ്ങളായിട്ടുള്ള ക്ലോക്ക് അതൊക്കെ എന്താ വെച്ചാല് കാണാനായിട്ട് അടിപൊളി. മഴക്കാലൊക്കെ മൂടി നിൽക്കുക ആ ഭാഗത്ത്. അതെ, മഴ ഏത് സമയത്തും പെയ്യാം, മഴയുള്ള സിറ്റുവേഷൻ. കാരണം പറഞ്ഞില്ല, ജൂൺ മാസമാണ് മഴ ഉണ്ടായിരിക്കും, അത് സുനിശ്ചിതമാണ്. അങ്ങനെ പനച്ചിക്കൽ ഭഗവതിയുടെ അടുത്തും നമ്മളെത്തി. റൗണ്ട് അടിച്ച് വരുമ്പോ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാലേ, മഴയിൽ എത്ര കളറുണ്ടോ അത്രയും കളർ കുങ്കുമം കിട്ടും. കുങ്കുമം ചുവപ്പാണെങ്കിലും അങ്ങനെ മഞ്ഞ, നീല, പലതരം കളർ, മജന്ത, പർപ്പിൾ, അങ്ങനെ എല്ലാ കളറുള്ളതും. അതൊരു വഴിപാടാണ് ഇവിടെ, വഴിപാടാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കും. അല്ല, ഇവിടെ കിട്ടും, നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അത് മേടിച്ചിട്ട് നമ്മളോട് സമർപ്പിക്കും. ഇവിടെ വന്നപ്പോ വേറൊരു രസകരമായിട്ട് കണ്ടത് എന്താ, ഒരു നന്ദിദേവൻ, അതിന്റെ അടുത്തൊരു ആന. നല്ല രസമായിട്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ട്. അതെ, പനച്ചിക്കാവ് ഭഗവതി അവിടെ വരുമ്പോ ഒരു മറ്റേ ശരിക്കൊരു മറ്റേ എന്താ പറയാ സർപ്പക്കാവിലേക്ക് നോക്കുന്ന ആ ഒരു പ്രതീതി അല്ലേ, ഫുള്ള് കാട്, അങ്ങനെയാണത്. പക്ഷെ ഞാൻ വിചാരിച്ചത്, ഞാൻ ആലോചിച്ചപ്പോ എന്താ കിട്ടിയെന്ന് വെച്ചല്ലേ, പനച്ചിക്കാവ്, കാവുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, പാമ്പും കാവ്, അതുപോലത്തെ കാവ് ആയതുകൊണ്ടാവാൻ ചിലപ്പോ ഇതേപോലത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് പറയാൻ പറ്റില്ല, പറ്റില്ല, അറിയില്ല, അങ്ങനെ ആവാൻ ചിലപ്പോ. അവിടെ യമക്കാട്ടും മരം ഉണ്ടായിരുന്ന അത് പൊട്ടി വീണൂല്ലേ, എന്നിട്ട് അത് കൃത്യമായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, എന്ത് വലിപ്പം നോക്കിയല്ലേ, കട്ട് ചെയ്ത് കളഞ്ഞ. ആലോചിക്ക് എന്ത് വലിപ്പേന്, നല്ല വലിപ്പമുള്ള നെൽപ്പറ. ഏതോ ഇവിടെ നെൽപ്പറ അല്ലേ, പടക്കപ്പേര, നെല്ല് കൊടുത്തിട്ട് കൂട്ടി വെക്കുന്ന സ്ഥലം അല്ലേ. ആ ഭാഗത്തൊക്കെ അതാ കാണാണ് നോക്കിയ, ആ കാണാണ് നെൽപ്പറ, നെൽപ്പെര, പറയല്ല പറന്ന് വെച്ച വേറെ സംഭവം, നെല്ലിന് നടക്കണ. അയ്യോ, നെൽപ്പെര. ആ ഒരു മരത്തിന്റെ വെച്ചാ നേരെ പോയിട്ട് അങ്ങോട്ടൊരു പോക്ക് കണ്ടോ, അവിടെ തന്നെ സ്ട്രേറ്റ് ഒരു എല്ലൊക്കെ പോലെ, ബോണൊക്കെ പോലെ കാണുമ്പോ, ബോണൊക്കെ പോലെ കാണുമ്പോ. അയ്യോ, അടിപൊളി, നല്ലൊരു സാധനമാണ്. അതെ, എന്ത് പുരാതനമായിട്ടുള്ള എത്ര വർഷം പഴക്കണ്ടാവും. എല്ലാവരുടെ പ്രശ്നങ്ങളും നന്ദിദേവന്റെ അടുത്ത് വന്നിട്ട് പറയാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മള് തൃപ്പക്കുടം വീഡിയോ പിടിച്ചപ്പോ അവിടെ ഞാൻ അന്ന് അതില് പറയുന്നുണ്ട്, രണ്ട് ഭാഗത്ത് മാത്രമേ ഇരിക്കുള്ളൂ നന്ദിദേവൻ. പക്ഷെ ഞാനപ്പോ പറഞ്ഞത് വൈക്കത്തമ്പലത്തിൽ 4 ഭാഗത്തും നന്ദിദേവൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇത് കാണുന്നത്. അപ്പൊ എല്ലാവരും ഇതല്ല, ഓരോരുത്തരെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോരുത്തർ എഴുതിയിട്ടിരിക്കുകയാണ്, ഓരോരുത്തര് ഇതായിട്ട് വഴിപാടായിട്ട്. അതെ, എന്ത് പരാതി ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ മഹാദേവന്റെ അടുത്ത് എന്ന് പറയും, ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്, വിശ്വാസം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വൈക്കം കലാപീഠത്തിനടുത്തേക്ക്. അപ്പൊ ഇതാണ് ക്ഷേത്ര കലാപീഠം, വൈക്കം ക്ഷേത്ര കലാപീഠം. ഇവിടെയാണ് വാദ്യങ്ങളും പഠിപ്പിക്കുന്നത്. അതായത് ഇവിടെ കുട്ടികള് ചേർന്നിട്ട് അങ്ങനെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രായപരിധി ഇല്ല തോന്നാൻ അറിയില്ല. അവരൊരു വീഡിയോ ഉണ്ടല്ലോ, ചാനൽ ഉണ്ടല്ലോ, ക്ഷേത്രകലാപീഠം വയ്ക്കുന്നുണ്ടല്ലോ, അതിൽ പറയുന്നതാണ് അങ്ങനെയൊക്കെ. പിന്നെ ഏജ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ അറിയില്ല, കുറെ ആൾക്കാർ കാണാൻ അറിയില്ല. അങ്ങനെ ഇവിടെ അങ്ങനെ ചെണ്ട എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അതിന് തൊട്ടടി തന്നെ ആറ്റത്തായിട്ട് കാണാനാണ് നമ്മുടെ ഊട്ടുപുരയിൽ ഇവിടുത്തെ ഒരു ഐതിഹ്യം വെച്ചിട്ട് താഴെ ഇരുന്ന് വേണം കഴിക്കാൻ. അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അത് അങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം, അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം ഉണ്ടായിരുന്നത്. അപ്പൊ എന്നിട്ട് ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കി കൊടുത്തു. അപ്പോഴും ഒരു സ്പേസ് ഒഴിച്ചിട്ടുണ്ട്, അത് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് ആചാരപ്രകാരം ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഊട്ടുപുരയിൽ അങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ നമ്മൾ വൈക്കം കുളത്തിനടുത്തെത്തി, വൈക്കം അമ്പലക്കുളത്തിന്റെ അടുത്തെത്തി നമ്മള്. അതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിക്കണു അതിലൊക്കെ അല്ലേ, ഉണ്ടാവട്ടോ, നോക്കിക്കോ. വഴുക്കൽ ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ കരിങ്കല്ലിന്റെ പടവുകളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് വഴുക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ കുളി നടന്നോണ്ടിരിക്ക, അവിടെ പയ്യന്മാര് കുളിച്ചോണ്ടിരിക്കല്ലേ. സെറ്റിന് കണ്ടല്ലേ, നല്ല രസമാണ് കുളിക്കാൻ വേണ്ടിട്ട്. അതല്ലേ വലിയ മീനുകളാണല്ലോ, വലിയ മീൻ ഇതില്. ഇത് എന്തായാലും നന്നായിട്ട് അല്ലേ,
കാരണം അവിടെ ഒന്നും കുളിക്കാൻ പറ്റില്ല, അവിടെയൊക്കെ അതൊക്കെ അങ്ങോട്ട് മറിച്ചിട്ടില്ല. ഇവിടെ മാത്രം കുളിക്കാൻ കാരണം ഇത് നല്ലൊരു പരിപാടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിന്റെ ആഴം തിട്ടപ്പെടുത്താൻ പറ്റില്ല, നമുക്ക് എത്രത്തോളം ആഴുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വരുന്നവര് അങ്ങോട്ട് നീന്തി പോയി കഴിഞ്ഞാല് എന്തെങ്കിലും സംഭവിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനിങ്ങനെ ഗ്രില്ല് കെട്ടിയത് ഏറ്റവും നല്ലൊരു കാര്യമാണത്. നല്ലതാണ്. എന്റെ അഭിപ്രായത്തിൽ വേണ്ടായിരുന്നു. അതല്ല, അങ്ങനെയല്ല പറഞ്ഞത്, കുളിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അത് വേറെ കാര്യമുണ്ട്. നമ്മൾ പരിചയമായിട്ടുള്ള കുളങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വരുന്ന ഭക്തർക്ക് ചിലപ്പോ ഈ കുളത്തെ കുറിച്ച് പരിചയമില്ല, അവര് നീന്താനുള്ള ആഗ്രഹം കൊണ്ടാണ് നീന്തും. അങ്ങനെ ഇതിൽ പോവാ ആൾക്കാര് അപകടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുന്ന ഒരു കുളമാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിന്റെ ആഴം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതും മാത്രല്ല ആ ഭാഗത്ത് കണ്ട അവിടെ കെട്ടിയിട്ടൊന്നുമില്ല, അറമാദിക്ക അങ്ങനെ ഫുള്ള് നീന്തി കുളിക്കാൻ പറ്റും. എന്ത് രസല്ലേ, നല്ല രസമുണ്ട് എന്തെങ്കിലും സംഭവം. പാപ്പയ്ക്ക് ഈ ചരിത്ര പ്രധാനമായിട്ട് കുറെ ചരിത്രം അറിയാന്ന് ഞാൻ കേട്ടു. അപ്പൊ ഈ അമ്മച്ചിക്കൊട്ടാരെന്നുള്ള പേരെങ്ങനെയാ വന്നത്? അതെ, ഉത്സവകാലത്തെ രാജാക്കന്മാരും അവരുടെ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ ഇവിടെ വരും, തൊഴാൻ വരും. തൊഴാൻ വളർത്തി അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം. അതാണ് ആ കാണുന്നത്. അവർക്ക് കുളിക്കാനുള്ള കുളിപ്പലാണ് ആ കാണുന്നത്. താഴെ റൂമല്ലാണ്ട് എല്ലാ സൗകര്യം. അത് വളരെ മേലെ അങ്ങോട്ട് കെട്ടിടമുണ്ട്. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലേ? കെട്ടിടം ഇപ്പോഴും ഉണ്ട്. ഈട നന്നാക്കി. അല്ല, ഇപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് കേറിയിട്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ അതിന്റെ ഉള്ളില് കാണാൻ പറ്റൂല്ലേ? രാജപാലകളില്ലാത്തവർ അവരാരും വരാറില്ല. അത് വരില്ല, രാജാക്കന്മാരെ വരണ്ടല്ലോ. അപ്പൊ അവര് വരില്ല. അതെ, പഴയ പേരും കെട്ടിടങ്ങനെ അങ്ങനെ നിക്കും. ചരിത്രം എങ്ങും അപ്പൊ അവർക്ക് കുളിക്കാനുള്ള കുളിപ്പടക്കാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, രസോ അല്ലേ പാപ്പേ? നല്ല ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യമാണ് പാപ്പ പറഞ്ഞത്. പാപ്പ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. പാപ്പ എന്നല്ല, ശിവാനന്ദൻ എന്നുള്ള ഗാംഭീരം ഒരു പേരുണ്ട്. ഞങ്ങളെല്ലാരും പാപ്പി എന്നാണ് വിളിക്കാറ് അല്ലെ? അല്ലെ, ഉള്ളിലെ പേര് മറന്നിടക്കല്ലാരും. അങ്ങനെ നമ്മൾ വൈക്കത്തെ അമ്പലത്തിട്ട് പോകുന്നു. കാലാക്കൽ അമ്പലത്തിലേക്ക് വന്നു. കാലാക്കൽ വെല്ലിച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈക്കത്ത് അമ്പലത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മളെ കാലാക്കൽ വെല്ലിച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഭയങ്കര ഐതിഹ്യപരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അത് ഒരിക്കൽ ഒരാൾ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതായത് ഒരാള് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ അത്ര ഉയരത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ താഴിയക്കുടം പിടിച്ചിട്ട് ഇങ്ങനെ 4 പുറം റൗണ്ടി എന്നാ പറഞ്ഞത് നമ്മുടെ വൈക്കത്ത് അമ്പലം. അപ്പൊ അതാണ് വൈക്കത്ത് നമ്മുടെ എന്താ പറയാ കാലാക്കൽ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ അമ്പലത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അമ്മച്ചി കൊട്ടാരം നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ അതിപ്പോ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ കാര്യാലയമാണ് ഇപ്പൊ അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ മറ്റുള്ളിൽ കയറാനോ കാണാനൊന്നും പറ്റില്ല. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം അത് നമ്മുടെ അമ്മച്ചി കൊട്ടാരം പുതിയതായിട്ട് പണിതു. അതിന് വേണ്ടി പക്ഷേ വിജിലൻസ് ഓഫീസ് അതിനപ്പുറത്ത് വിജിലൻസ് ഓഫീസ് നല്ലത് കുറെ മുൻപുള്ള ഏതസമയ്ക്കൊക്കെ വന്നപ്പോ ഞാൻ കണ്ടത് മറന്നു കിടന്നു. അതെ, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്താണ് അത് അമ്മച്ചി കൊട്ടാരം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഓരോ ഏരിയകളിൽ കാണാൻ പറ്റും. ഓരോ ഇത് കൊട്ടാരങ്ങളൊക്കെ ഓഫീസുകളായിട്ട് മാറി, അതുപോലെ തന്നെ മ്യൂസിയങ്ങളായി മാറി, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് വേണ്ടത്. അപ്പൊ അതുപോലെ ആയതാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്ക് അതിനുള്ളിൽ കയറാനും പറ്റില്ല. ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലം ഉണ്ട്. നമ്മുടെ വൈക്കത്ത് അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു അമ്പലം, ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ അമ്പലത്തിലോട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കുറച്ചു പോയത് കാലാക്കൽ അമ്പലം, അമ്പലത്തിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഉള്ളത്. അപ്പൊ നമുക്ക് അമ്പലത്തിനോട് പോകാം. നല്ല ക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മൂന്നാമത്തെ ക്ഷേത്രം ശ്രീകൃഷ്ണ നമുക്ക് പോകാൻ. അപ്പൊ ഞങ്ങള് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഞങ്ങൾ കയറി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഈ കുഞ്ഞ് തൊട്ടിലുകൾ കെട്ടിത്തൂക്കിടും. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട് അവിടെ ഇട്ട്. അപ്പൊ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. അതിന്റെ പേരിലാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അടിപൊളി പായസം കിട്ടിയില്ലേ? പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങൾ പിന്നെ ഇവിടെ ത്രിമധുരം ഞങ്ങള് ചീട്ടാക്കി. അത് കഴിക്കണം വീട്ടിൽ പോയിട്ട്. അപ്പൊ അത് അമ്പലത്തിലുള്ള കൂടെ നമുക്കത് പൂജിച്ചു തന്നത് ത്രിമധുരം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് വൈക്കത്തപ്പന് കൊല സമർപ്പിച്ചത് നമ്മൾ കാലാക്കൽ അമ്പലത്തിൽ വന്നു, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നു. അപ്പൊ ഇന്ന് മൊത്തം നമ്മൾ അമ്പലങ്ങളിലായിരുന്നു മൊത്തമായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി വീഡിയോസ് ആണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതുക. അതെ, ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.